the Catholic Church, a saint is anyone who formed the great cloud of witnesses. The title saint denotes a person who has been formally canonized, that is, officially and authoritatively declared a saint by the Church, as holder of the kingdom of heaven and therefore believed to be in heaven by the grace of God. When we serve the poor and sick, we serve Jesus. We must not fail to help our neighbors because in them we serve Jesus. Saint Rose of Lima. Born in 1586 and Baptist Isabel de Flores, she only lived for 31 years. Yet her influence has extended from Lima to the world. Today, us Mariranians are honoring the feast of Saint Rose of Lima and Queenship of Mary, the patron of our school. The feast of our school is held on 22nd of August and the feast of our respected principal, Sister Rosalyn Chakankeri, is held on 23rd of August. Due to pandemic outbreaks, our celebrations are only in the form of prayers and wishes. Yet, we invite each one of you to our virtual feast celebrations. Do you say we gather here to tell you on this very special day we're all so very happy to wish and to you say welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. So join in the celebration. It's time to pay our due. That was carefully prepared and brought out just for you. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. So join in the celebration. It's time to pay our due. That was carefully prepared and brought out just for you. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. Welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy, come what may. ഏറ്റവും സ്നേഹമുള്ളവരെ, വാത്സല്യ കുട്ടികളെ, ഓണത്തിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരാഘോഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള പ്രിൻസിപ്പൽ സിസ്റ്റർ റോസലിൻ്റെ ഫീസ്റ്റും അതോടൊപ്പം നമ്മുടെ ബർസാറായ സിസ്റ്റർ റോസിൻ്റെ ഫീസ്റ്റും നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഏതാനും കുട്ടികളെങ്കിലും കാണും. അതുകൊണ്ട് അതെന്താണെന്ന് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. സിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബർത്ത്ഡേയേക്കാൾ പ്രധാനപ്പെട്ടത് ഫീസ്റ്റാണ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മാമോദീസായ്ക്ക് ഞങ്ങൾ സ്വീകരിക്കുന്ന നാമം, അത് ക്രിസ്ത്യൻസായ എല്ലാവർക്കുമുള്ള ഒരു പേരാണ്. അപ്പോൾ സിസ്റ്റർ റോസലിൻ എടുത്തിരിക്കുന്ന പേര് റോസ് എന്നുള്ളതാണ്. റോസ് എന്ന് പറഞ്ഞാൽ ഒരു സെയിൻറ്റിൻ്റെ പേരാണ്, വിശുദ്ധ റോസ്. തെക്കേ അമേരിക്കയിലുള്ള പെറു എന്ന രാജ്യത്തെ ലീമ എന്ന് പറയുന്ന പ്രദേശത്തുള്ള
സ്പാനിഷ് മാതാപിതാക്കളുടെ മകളായി ജനിച്ച റോസ് വളരെ ചെറുപ്പം മുതലേ വളരെ നല്ല സ്വഭാവത്തിൻ്റെയും വിശുദ്ധിയുടെയും ഉടമയായിരുന്നു. ത്യാഗ ചൈതന്യത്തിൽ വളർന്നു വന്നവളാണ്. മാതാപിതാക്കൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ വീട് ജോലികളും തയ്യൽ ജോലികളുമൊക്കെ ചെയ്ത് അവരെ സഹായിക്കുവാനും സമയം കണ്ടെത്തിയിരുന്നു. അവളുടെ ചെറുപ്പത്തിലെ പേര് ഇസബൽ എന്നായിരുന്നു. എന്നാൽ അവളുടെ സൗന്ദര്യം കൊണ്ട് അവളെ എല്ലാവരും റോസ് എന്ന് വിളിച്ചിരുന്നു. ഈ റോസ് മറ്റുള്ളവരാൽ പലപ്പോഴും ആകർഷിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് പലപ്പോഴും മുഖം വികൃതമാക്കുവാനൊക്കെ കുമ്മായമൊക്കെ തേക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം, ഒരു കന്യകാ ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ വിശുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധയാണ്. ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ അംഗമായി ചേർന്നുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു പർണശാല ഉണ്ടാക്കി അവിടെ താമസിച്ചാണ് തൻ്റെ ജീവിതം നയിച്ചിരുന്നത്. പലതരത്തിലുള്ള രോഗങ്ങളും പീഡകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കുവാനും മാതാപിതാക്കളെ സഹായിക്കുവാനും ഒക്കെ അവൾ സമയം കണ്ടെത്തി. 31 വയസ്സിൽ അവൾ ഇഹലോകവാസം വെടിഞ്ഞു. കത്തോലിക്ക സഭ അവളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. ഈ റോസിൻ്റെ നാമധാരികളായ സിസ്റ്റർ റോസലിനും സിസ്റ്റർ റോസിനും നമുക്ക് നാമഹേതുക തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കാം. നമ്മുടെ സ്കൂളിന് വേണ്ടി അക്ഷീണം യത്നിക്കുന്ന, അഹോരാത്രം പരിശ്രമിക്കുന്ന, ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ സിസ്റ്റർ റോസലിന് ആദ്യമായി ഫീസ്റ്റിൻ്റെ 1000 മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന സിസ്റ്റർ റോസ് വലിയ പറമ്പിനും നാമഹേതുക തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. റോസ് നാമധാരികളായ ടീച്ചർമാരും അതുപോലെ തന്നെ കുട്ടികളുമൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും നാമഹേതുക തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. വിശുദ്ധയായ ആ പുണ്യവതി വഴിയായിട്ട് നിരവധിയായ നന്മകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മധ്യസ്ഥയായിരുന്നുകൊണ്ട് നമുക്കെല്ലാം വേണ്ടി ആ വിശുദ്ധ പ്രാർത്ഥിക്കും. വിശുദ്ധയുടേതുപോലെ പരിശുദ്ധമായ ജീവിതം, നിഷ്കളങ്കമായ ജീവിതം നയിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി സിസ്റ്റർ റോസിനും നാമഹേതുക തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പുണ്യദിനമല്ലേ ഇന്നു നിൻ ഫീസ്റ്റു ദിനമല്ലേ, പുണ്യദിനമല്ലേ ഇന്നു നിൻ ഫീസ്റ്റു ദിനമല്ലേ. ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയമാനസേ ഞങ്ങൾ അർപ്പിക്കട്ടെ. ഒരുപാടു നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളും ആയുസ്സും ആരോഗ്യ സൗഖ്യവുമായി വിരിഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. പുണ്യദിനമല്ലേ ഇന്നു നിൻ ഫീസ്റ്റു ദിനമല്ലേ. മേരി റാണിതൻ ചൈതന്യമേ, മേരി റാണിയുടെ സൗന്ദര്യമേ, ഞങ്ങളെ ഉണർത്തുന്ന സംഗീതമേ, വിദ്യാലയത്തിൻ്റെ സാരഥിയേ. മേരി റാണിതൻ ചൈതന്യമേ, മേരി റാണിയുടെ സൗന്ദര്യമേ, ഞങ്ങളെ ഉണർത്തുന്ന സംഗീതമേ, വിദ്യാലയത്തിൻ്റെ സാരഥിയേ. ഇല്ലല്ലോ ഹൃദയത്തിൽ ഒരു വാക്കുപോലും നിന്നെ കുറിച്ചിനി ബാക്കി പാടാൻ, പ്രിയ സിസ്റ്റർ നിന്നെ കുറിച്ചിനി ബാക്കി പാടാൻ. പുണ്യദിനമല്ലേ ഇന്നു നിൻ ഫീസ്റ്റു ദിനമല്ലേ.
പുണ്യദിനമല്ലേ, ഇന്നു നിൻ ഫീസ്റ്റു ദിനമല്ലേ. ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, ഓഗസ്റ്റ് 23 എന്ന തീയതി മേരി റാണി കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിനമാണ്. നമ്മുടെ സ്കൂളിന്റെ സാരഥി റവറൻഡ് സിസ്റ്റർ റോസ്ലിൻ ചക്കൻകരിയുടെ ഫീസ്റ്റ് ആഘോഷ ദിനമാണ് ഓഗസ്റ്റ് 23. സിസ്റ്ററിന് എല്ലാവിധത്തിലുള്ള നാമഹേതുക തിരുനാളും ഞാൻ ആശംസിക്കുകയാണ്. സിസ്റ്റർ പേര് സ്വീകരിച്ചിരിക്കുന്നത് ലീമായിലെ റോസ് എന്ന പുണ്യവതിയിലാണ്. അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധയായി പ്രഖ്യാപിച്ച ലീമായിലെ റോസ്, പെറുവിന്റെ തലസ്ഥാനമായ ലീമായി സ്പാനിഷ് മാതാപിതാക്കളുടെ സന്തതിയായി ജനിച്ച റോസ്, സൗന്ദര്യത്തിൽ ഏറ്റവും സുന്ദരിയായ ലീമായിലെ റോസ് പരീക്ഷണങ്ങൾ ഭയപ്പെട്ട് തന്റെ ശരീരത്തെ വിരൂപമാക്കാൻ ശ്രമിച്ചിരുന്ന പുണ്യവതിയാണ്. ബാല്യം മുതൽ ക്ഷമയും സഹനവും നന്നായി ശീലിച്ചിരുന്നു. അരയിൽ ഇരുമ്പ് ചങ്ങലയും തലമുടിയിൽ മുൾക്കിരീടവും ധരിച്ചുകൊണ്ടായിരുന്നു ലീമായിലെ റോസ് ജീവിതം മുന്നോട്ട് നീക്കിയത്. 31-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച റോസ് എന്ന പുണ്യവതിയെ 1671 10-ാം ക്ലെമന്റ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. സുന്ദരിയായ ലീമായിലെ റോസ് തന്റെ സൗന്ദര്യത്തിൽ എപ്പോഴും ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനാൽ തന്നെ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടാതെ തന്റെ മുഖവും ശരീരവും വികൃതമാക്കാനായിട്ട് ശ്രമിച്ചിരുന്ന പുണ്യവതിയാണ് ലീമായിലെ റോസ്. ഈ പുണ്യവതിയുടെ പേരാണ് നമ്മുടെ സിസ്റ്ററും സ്വീകരിച്ചിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഊർജ്ജസ്വലയായ ഒരു സാരഥി തന്നെയാണ് മേരി റാണിക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഉപവാസവും പ്രാർത്ഥനയും കൈമുതലായി വെച്ചിരുന്ന റോസ് പുണ്യവതി തന്റെ ഉദ്യാനത്തിൽ ഒരു പർണശാല കെട്ടി ഉപവസിച്ചിരുന്നു. ആഴ്ചയിൽ 3 ദിവസം റൊട്ടിയും വെള്ളവും മാത്രമായിരുന്നു ആഹാരം. ഇത്രയുമെല്ലാം വിശേഷണ ഗുണമുള്ള ലീമായിലെ റോസിന്റെ നാമം സ്വീകരിച്ചിരുന്ന നമ്മുടെ പ്രിൻസിപ്പിൾ നമുക്കൊരു അവലോകനം ചെയ്യാം. ചമ്പക്കുളം ചക്കൻകേരി കുടുംബത്തിൽ MV ചാക്കോയുടെയും എൽസമ്മയുടെയും 5 മക്കളിൽ 4-ാമത്തെ മകളായി ജനിച്ച സുന്ദരിയായ റോസലിൻ സിസ്റ്റർ. തന്റെ ചാച്ചന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു സിസ്റ്റർ. ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളില് സ്കൂൾ വിദ്യാഭ്യാസവും സെന്റ് അലോഷ്യസ് കോളേജില് പ്രീ ഡിഗ്രി പഠനവും അതിനുശേഷം ബിരുദം അസംഷൻ കോളേജിലും ബിരുദാനന്തര ബിരുദം SB കോളേജിലും B.Ed പോരൂക്കരയിലും അഭ്യസിച്ചതിനു ശേഷം തന്റെ പഠനത്തിൽ മികവ് കാണിക്കുന്നതോടൊപ്പം തന്നെ സിസ്റ്ററിനും ലീമായിലെ റോസിനെ പോലെ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ബാല്യം മുതൽ പ്രാർത്ഥനയിലും നോയമ്പിലും അതീവ ശ്രദ്ധാലുവായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും അതിലുപരി സ്നേഹിക്കുന്നതിലും സഹോദരങ്ങളുടെ കാര്യങ്ങളിലും ഒപ്പം അമ്മയെ സഹായിക്കാൻ അടുക്കള ജോലിയും എല്ലാത്തിലും എപ്പോഴും സമയം കണ്ടെത്തിയിരുന്ന സിസ്റ്റർ തന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഏകദേശം 12 വർഷത്തോളം ടാൻസാനിയയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ അവിടുത്തെ ആതുര സേവനത്തിലും അതീവ ശ്രദ്ധാലുവായിരുന്ന സിസ്റ്റർ റോസലിൻ ചക്കൻകേരി ഏതാണ്ട് 3 വർഷത്തോളമായി മേരി റാണിയുടെ സാരഥ്യം ഏറ്റുവാങ്ങിയിട്ട് മേരി റാണിയെ എല്ലാ പുരോഗമന രീതികളിലും കൊണ്ടുപോകാൻ തന്റെ സമയത്തിന്റെ കുറവുകളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദരിദ്രരോടും
അനാഥരോടും ഏറ്റവും അനുകമ്പാപൂർവം പ്രവർത്തിക്കുന്ന സിസ്റ്റർ ലീമായിലെ റോസിനെ പോലെ തന്നെ ജീവിതത്തില് ഒത്തിരി ആദർശങ്ങളും സഹനങ്ങളും കാണിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് അറിയാം. സിസ്റ്ററിന്റെ ഓരോ പ്രവൃത്തി മണ്ഡലങ്ങളും മേരി റാണിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകട്ടെ. ഇനിയും സിസ്റ്ററിന്റെ മനസ്സിൽ ഉദിക്കുന്ന ഓരോ ചിന്തകളും പ്രവൃത്തികളും മേരി റാണിയുടെ യശസ്സിനെ ഉയർത്തട്ടെ. തന്റെ കുട്ടികളുടെ പുരോഗമനത്തിന് അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും എല്ലാ രീതിയിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും ഉയർച്ചയ്ക്ക് ഒരേപോലെ പ്രവർത്തിക്കുന്ന സിസ്റ്റർ മാതാപിതാക്കളെ അന്വേഷിക്കുന്ന കാര്യത്തിലും മുതുമുത്തച്ഛന്മാരെ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിലും ഏറ്റവും ശ്രദ്ധാലുവായ ലീമായിലെ റോസിനെ പോലെ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ബാല്യം മുതൽ പ്രാർത്ഥനയിലും നോയമ്പിലും അതീവ ശ്രദ്ധാലുവായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലും അതിലുപരി സ്നേഹിക്കുന്നതിലും സഹോദരങ്ങളുടെ കാര്യങ്ങളിലും ഒപ്പം അമ്മയെ സഹായിക്കാൻ അടുക്കള ജോലിയും എല്ലാത്തിലും എപ്പോഴും സമയം കണ്ടെത്തിയിരുന്ന സിസ്റ്റർ തന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഏകദേശം 12 വർഷത്തോളം ടാൻസാനിയയിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ അവിടുത്തെ ആതുര സേവനത്തിലും അതീവ ശ്രദ്ധാലുവായിരുന്ന സിസ്റ്റർ റോസലിൻ ചക്കങ്കേരി ഏതാണ്ട് 3 വർഷത്തോളമായി മേരി റാണിയുടെ സാരഥ്യം ഏറ്റുവാങ്ങിയിട്ട് മേരി റാണിയെ എല്ലാ രീതിയിലും എല്ലാ പുരോഗമന രീതികളിലും കൊണ്ടുപോകാൻ തന്റെ സമയത്തിന്റെ കുറവുകളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സിസ്റ്റർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദരിദ്രരോടും അനാഥരോടും ഏറ്റവും അനുകമ്പാപൂർവം പ്രവർത്തിക്കുന്ന സിസ്റ്റർ ലീമായിലെ റോസിനെ പോലെ തന്നെ ജീവിതത്തില് ഒത്തിരി ആദർശങ്ങളും സഹനങ്ങളും കാണിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് അറിയാം. സിസ്റ്ററിന്റെ ഓരോ പ്രവൃത്തി മണ്ഡലങ്ങളും മേരി റാണിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകട്ടെ. ഇനിയും സിസ്റ്ററിന്റെ മനസ്സിൽ ഉദിക്കുന്ന ഓരോ ചിന്തകളും പ്രവൃത്തികളും മേരി റാണിയുടെ യശസ്സിനെ ഉയർത്തട്ടെ. തന്റെ കുട്ടികളുടെ പുരോഗമനത്തിന് അത് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും എല്ലാ രീതിയിലും എല്ലാ കുഞ്ഞുങ്ങളുടെയും ഉയർച്ചയ്ക്ക് ഒരേപോലെ പ്രവർത്തിക്കുന്ന സിസ്റ്റർ മാതാപിതാക്കളെ അന്വേഷിക്കുന്ന കാര്യത്തിലും മുതുമുത്തച്ഛന്മാരെ വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന കാര്യത്തിലും ഏറ്റവും ശ്രദ്ധാലുവായാണ് സിസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ നാമഹേതുക തിരുനാൾ ആചരിക്കുമ്പോൾ ലീമായിലെ റോസ് പുണ്യവതിയെ പോലെ തന്നെ തന്റെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തന്റെ ദിവസത്തിന്റെ 3/4 ഭാഗവും പരിശ്രമിക്കുന്ന സിസ്റ്ററിന് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇനിയും സിസ്റ്ററിന്റെ ജീവിത വീഥികളിൽ ഏറ്റവും നല്ല രീതിയിൽ ജഗദീശ്വരൻ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഫീസ്റ്റിന്റെ എല്ലാവിധ ആശംസകളും മേരി റാണി കുടുംബത്തിന്റെ പേരിലും മേരി റാണിയുടെ ഓരോ അംഗങ്ങളുടെ പേരിലും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Stay.
everyone. Today I take the privilege to wish our dear principal, Sister Rosaline and Sister Rose, happy and prosperous feast. You always stand like a strong pillar behind us and support us in every situation and keep encouraging us for doing the best. May God bless you with joy and happiness and all your dreams comes true. Happy feast day, dear sisters. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1586 1617 കാലയളവിൽ ജീവിച്ചിരുന്ന വിശുദ്ധയായ റോസ് അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധരുടെ ഗണത്തിലേക്ക് അവരോധിക്കപ്പെട്ട റോസ് സ്പാനിഷ് ദമ്പതികളുടെ മകളായി ഈ ലോകത്തിൽ പൂജാതയായി. ലോകത്തിന്റെ സുഖഭോഗങ്ങളെ ഉപേക്ഷിച്ച് തന്റെ നാഥനും ഗുരുവുമായിരിക്കുന്ന സർവശക്തന്റെ പാതകളെ തിരഞ്ഞെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ ദൈവവഴികളിലൂടെ നടക്കുവാൻ തീരുമാനിച്ച് ആ പന്ഥാവിലൂടെ പ്രയാണം ചെയ്ത വിശുദ്ധ റോസ്, ആ വിശുദ്ധയുടെ നാമം ധരിച്ചിരിക്കുന്ന ലൈക്കാട് മേരി റാണി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ലിൻ ചക്കങ്കരി, ബെർസാദ് സിസ്റ്റർ റോസ് വലിയപറമ്പിൽ, ഇരുവരുടെയും നാമഹേതു തിരുനാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശുദ്ധയായ റോസിന്റെ നാമം ധരിച്ചിരിക്കുന്ന ഈ രണ്ട് വന്യരായ കന്യാസ്ത്രീകൾക്കും എല്ലാ മംഗളങ്ങളും ആശംസകളും മേരി റാണി കുടുംബത്തിനു വേണ്ടി വിനയത്തോടെ നേരട്ടെ. തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവരെ ആസ്വദിക്കുന്നത്, പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ തന്റെ ശരീര സൗന്ദര്യത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇതാ സന്നദ്ധയാകുന്ന സമർപ്പിത ഒരു വിശുദ്ധ, ആ വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് തങ്ങളുടെ ജീവിതത്തെ കർത്താവിനു വേണ്ടി, സർവശക്തനു വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ അഭിമാനവും നമ്മുടെ അനുഗ്രഹവുമായിരിക്കുന്ന രണ്ട് സിസ്റ്റർമാർക്കും എല്ലാ മംഗളങ്ങളും ആശംസകളും ഒരിക്കലൂടെ നേരട്ടെ. ആധ്യാത്മിക രംഗത്ത്, അതിനേക്കാൾ ഉപരി വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സേവനം നിർവഹിക്കുന്ന ഇരുവർക്കും എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനിൽ നിന്ന് നേരുന്നു. ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിൽ പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും വലിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഇരുവർക്കും കഴിയട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് ഒരിക്കലൂടെ മേരി റാണി കുടുംബത്തിന്റെ മംഗളങ്ങൾ, ആശംസകൾ നേരുന്നു. മംഗളാശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. Hello everyone, I am Alpida Rose Divine of Grade 1B. On behalf of all my friends, Class 1, I take this privilege to wish our dear respect Principal, Sister Rosaline and our dear Sister Rose a very happy feast day to both of you. On behalf of all the students of Class 2, I wish you a happy feast, our dearest Principal, Sister Rosaline. May God bless you abundantly. Hello everyone, on behalf of Class 3 students, myself Christina Anish, wish our respected Principal, Sister Rosaline and Sister Rose happy and joyful feast day. May God shower all His blessings over you. Happy feast day, dear sister. Hi everybody, today we are celebrating the feast of Saint Rose of Lima, and on behalf of Class 4, wish our dear Principal, Reverend Sister Rosaline Chakangari a very happy feast day. God bless you, sister, for this special day. Today is a very special day for our school family. We are celebrating the feast of our dear Reverend Sister Rosalie Chakangari and Reverend Sister Rose
Veliyavarambil. Their loving nature and compassion towards children are remarkable. May God guide them to reach the heights of glory. I wish both of our sisters happy feast day. Respected sister, I am Naina Mannanan for class 5 and I am here to wish you the happiness on the behalf of my class on the big day of your life. May your life full of joy and prosperity. Thank you for your endless effort, support and motherly care and love for a bright future. We all wish you a very happy feast day. Respected sister, I am here with immense pleasure to wish you on this special day in your life. We, the students of Class 6, wish you a very happy feast day. Thank you for all your great effort for our bright future. It's my privilege to wish our dear Reverend Sisters on this special day. On behalf of all the students of Class 7, I wish a warm festal greetings to our dear sisters. May Almighty God shower His blessing upon them and fulfill their life with joy and peace. Happy feast day, our dear beloved sisters. Hello, I'm Ashita Nair, representing Class 8 on wishing our beloved principal a happy festal day. Today is a great day for us as we celebrate the feast day of our dear principal, Sister Roslyn Chakangeri and Sister Rose Veliyavarambil. You have always been a great principal sister, inspiring our dreams, encouraging creativity, and building up confidence in us. We, the Mary Rani family, feel so protected under the strong roof of our dear sister's blessed life. We wish you a very happy feast day, dear sisters. കിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീ എനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപഹൃദം തേടിയ തീരം Good morning to all. It is an auspicious day for all of us at Mary Rani as we celebrate the feast day of our dear sisters. Saint Rose of Lima was born into a noble family and is the patron saint of gardening and cultivation of blooming flowers. She took her model, Saint Catherine of Siena, and persuaded a religious life with strict enclosure and contemplation. She endured a life of austerity and asceticism. She regularly won a crown of honor. Rose was always devoted her life for the poor and hungry people in her community. So simple and devoted was her life. And those are the names blessed with our dear sisters, Sister Roslyn Chakangeri and Sister Rose Veliyavarambil are blessed with. May Almighty shower all His blessings to both of you. And thank you, dear sisters. Hi, I am Adila from class 9. Today we celebrate the feast day of our sister. So, on behalf of class 9 students, I wish a very happy feast day to our dearest and respected principal sister. Thank you. I, on the behalf of all the students of class 10, wish us, our dear principal, a very happy feast.
with lots of greeting and success for future. Today we are celebrating the feast day of our dear principal sister, Roslyn Chakangeri. She has been with us for the past 3 years, guiding Maharani to glory. Even in the middle of COVID-19 pandemic, she worked hard to provide quality education for all the students. Thank you, sister, for all your efforts. We wish you a very happy feast day. On this auspicious day, when we are celebrating our sister's feast day, I, on behalf of all my friends of the 12th standard, wish our dearest sisters with all the heavenly blessings. The gift of grace increases as the struggle increases. അമേരിക്കയുടെ ആദ്യ വിശുദ്ധിയായ ലീമയിലെ വിശുദ്ധ റോസയുടെ വാക്കുകളാണിവ. ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന സഹനവും സ്നേഹവും അസാധാരണമായിരുന്നു. ജീവിതത്തിലെ കുരിശുകളാണ് സ്വർഗത്തിലേക്കുള്ള ഏക മാർഗമെന്ന് പഠിപ്പിച്ച വിശുദ്ധ റോസ പുണ്യവതിയുടെ തിരുനാളിൽ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ സിസ്റ്ററിന് എന്റെയും മേരിറാണി കുടുംബത്തിന്റെയും പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു.